ഹായ് ദിനേശ്, എന്നെ മനസ്സിലായോ? ഓഫ് കോഴ്സ്, നന്ദിത. എന്തുപറ്റി? ഷോക്കായി നിൽക്കുന്ന പോലെ. ഇല്ല, നിങ്ങള് പെട്ടെന്ന് ഈ രാത്രിയിൽ ഇടിയും മഴയുള്ള സമയത്ത് പറയൂ. പുറകെ വന്നതാ ഞാൻ. കുറച്ച് ദിവസമായി 2 പേർ ബൈക്കിൽ എന്റെ പുറകെയുണ്ട്. ഇന്ന് ഞാൻ അവരെ പിന്തുടർന്ന് വന്നപ്പോൾ ഇവിടെ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് വെച്ച് അവരെ കാണാതായി. അല്ലല്ല, മനസ്സിലായില്ല. നിങ്ങള് പറഞ്ഞു വരുന്നത് മനസ്സിലായില്ല. ഒന്നുമില്ല, പുറത്തെ ഗേറ്റിൽ നിങ്ങളുടെ പേര് കണ്ടപ്പോൾ ഞാൻ അങ്ങ് പെട്ടെന്ന് ഷോക്കായി. അപ്പൊ എന്റെ സംശയം തീർക്കാൻ വേണ്ടി നിങ്ങളാണോ ദിനേശ് റോയ് എന്ന് അറിയാൻ വന്നതാ? അതോ? അതെ, ഞാൻ തന്നെയാ. എന്തുപറ്റി ദിനേശ്, എന്നെ അകത്തേക്ക് വിളിക്കില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് അത് പിന്നെ ഐ എം സോറി, നമുക്ക് രാവിലെ കണ്ടാ പോരെ? അത് പിന്നെ ഇപ്പോ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തോണ്ടിരിക്കുക. മുമ്പുള്ള പത്രമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഐ എം ഷുവർ നിങ്ങളുടെ വീട്ടിലെ AC എന്തായാലും ഓൺ തന്നെ ആയിരിക്കും. എന്നിട്ടും നിങ്ങൾ വിയർക്കുന്നു. എന്ത് പറ്റി ദിനേശ്? നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് എന്തോ പന്തികേടാണല്ലോ. എന്താ ഉത്തരം മുട്ടിപ്പോയോ? നിങ്ങളുടെ ഫോൺ അടിക്കുന്നുണ്ട്, എടുത്തു നോക്ക്. നിങ്ങൾക്കുള്ള മെസ്സേജ് ആയിരിക്കും. ഇന്ന് ഞാൻ വീണ്ടും രക്ഷപ്പെട്ടു. എന്താ നിങ്ങൾക്ക് എന്താ പറ്റിയത് നന്ദിത? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആളുകൾ പറയുന്നത് ശരിയാ. നിങ്ങളുടെ മകളുടെ മരണത്തിന് ശേഷം നിങ്ങൾ മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന്. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയും, എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്ക് നിങ്ങളെ പേടിയാവുക. ഇല്ലില്ല, നീ പൊയ്ക്കോളൂ. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. പൊയ്ക്കോളൂ. ദിനേശ്, വാതിൽ തുറക്കൂ. ദിനേശ്, ദിനേശ്. ആളുകൾ പറയുന്നത് ശരിയാ. നിങ്ങളുടെ മകളുടെ മരണത്തിന് ശേഷം നിങ്ങൾ മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന്. കൃഷ്ണ, നീ കേൾക്കുന്നുണ്ടോ? എനിക്കറിയാം പ്രീതുവിന്റെ അമ്മ ഇവിടെ ഈ സിറ്റി തന്നെ ഉണ്ടെന്ന്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. പക്ഷെ അവരുടെ അടുത്തെത്താനാവുന്നില്ല. നിങ്ങൾ ഭഗവാനല്ലേ, അത്ഭുതം എന്തെങ്കിലും കാണിക്കൂ, എന്തെങ്കിലും മാർഗം ഉണ്ടാക്കൂ. എത്രയും വേഗം പ്രീതുവിനെ അവളുടെ അമ്മയുടെ അടുത്ത് എത്തിക്കാനായി. അവളുടെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഭഗവാനെ, പ്ലീസ്. കൃഷ്ണ, എന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടോ. എവിടെയാ നീ? നിങ്ങൾക്ക് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ഇപ്പൊ ഈ രാത്രി തന്നെ നിങ്ങളെ ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് മധുരം തരാൻ വേണ്ടിയൊന്നും അല്ല. എന്ത് മാട്രിമോണിയൽ സൈറ്റ് നിങ്ങൾ നടത്തുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്ത. നിങ്ങൾ പറഞ്ഞ പെണ്ണിനെ ഞാനിന്ന് കണ്ടു. അവളുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ പാർട്ടിയുടെ ഗിഫ്റ്റും വാങ്ങിയാ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. മാനനഷ്ടത്തിന് തന്നെ കേസ് കൊടുക്കും. എന്റെ മോന്റെ കരച്ചിൽ ഇതുവരെ തീർന്നിട്ടില്ല. അവൻ എത്ര സുന്ദരനാണെന്ന് അറിയോ? 6 പാക്ക് ആണ് എന്റെ മോൻ. മോനെ ബൈസെപ്സ് എത്രയാടാ? അമ്മ എന്താ ഇത്? ആ ഫോണിങ് തന്നെ ഇങ്ങ് തരാൻ. അമ്മ 2 മണിക്കൂറായി കരയാൻ തുടങ്ങിയിട്ട്. അമ്മയ്ക്ക് BP ഉണ്ടെന്ന കാര്യം നല്ല ഓർമ്മ വേണം. നന്നായിട്ടുണ്ട് ആ പാർട്ടിക്ക് പോയത്. അതുകൊണ്ടാ സുജിക്ക് മോളില്ലെന്ന കാര്യം എനിക്ക് മനസ്സിലായത്. സുജിയുടെ മോള് തന്നെയത്. അത് അമ്മയ്ക്ക് മാത്രമാണ്, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? വണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങി പോവാൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അല്ല, എന്തെങ്കിലും പറ്റിയോ? ഇല്ല, ഞാൻ ഓക്കെയാണ്. നന്ദിത, ആ ബൈക്ക് കാരനെ കണ്ടല്ലേ നീ
ഇപ്പോഴും എന്നോട് എന്തോ വിളിക്കുന്നുണ്ടല്ലേ? നിക്ക്, ഞാൻ പോലീസിനെ വിളിക്കാം. വേണ്ട രാഖി, ഞാൻ പോലീസിനെ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇൻഫോം ചെയ്തെന്നോ? നിക്ക്, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഓക്കെ? എനിക്ക് എല്ലാവരും കാണാമെങ്കിൽ ദിനേശിനെ എന്തുകൊണ്ടായിക്കൂടാ? അതിനെന്താ പ്രോബ്ലം? ഐ എം സോറി, നമുക്ക് രാവിലെ കണ്ടാ പോരെ? അത് പിന്നെ ഇപ്പോ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ദിനേശ് എന്താ എന്നെ കണ്ടപ്പോ പെട്ടെന്ന് ഷോക്കായത്? സുദേവ് എന്തിനാ ദിനേശിനെ കാണുന്നതിൽ നിന്ന് എന്നെ വിലക്കുന്നത്? ഇനി ഈ അറ്റാക്ക് എല്ലാം ചെയ്യിക്കുന്നത് ദിനേശാണോ? പോലീസിനും അടുത്തുള്ള ബന്ധുക്കളെ തന്നെയാണ് സംശയം. ഇനി ഞാൻ ഈ കാര്യങ്ങളെല്ലാം ACPയോട് ഷെയർ ചെയ്യണോ അതോ വേണ്ട? ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. അത് തന്നെയാണ് ശരി. നന്ദിത, നീ എന്താ ഈ ചിന്തിക്കുന്നേ? എന്താ ഈ പെരുവിറുക്കുന്നേ? ഇരിക്കെ, ആദ്യം നീ ഇരിക്കെ, വെള്ളം കുടിക്ക. പറയൂ നന്ദിത, നീ ഇങ്ങനെ ഇരുന്ന് എന്താ ആലോചിക്കുന്നേ? പിന്നെയും നീ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? രാഖി, ഐ ഗെസ് ചിലപ്പോ അവരെന്നെ വേറെ ആരോണെന്ന് കരുതി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാം ഓക്കെയാ. അതൊക്കെ പോട്ടെ, പറ, നമ്മുടെ പാർട്ടി നിനക്ക് ഇഷ്ടപ്പെട്ടോ? യു ആർ എ സ്ട്രോങ് വുമൺ നന്ദിത. ഐ എം സോറി. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞത് അതൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ചിലപ്പോഴൊക്കെ നിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാകൂ. ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷം ആ അമ്മയ്ക്ക് ഓരോ നിമിഷവും വേദന നിറഞ്ഞതാ. ബൈ ദ വേ, യു മസ്റ്റ് റിയലി താങ്ക്സ് ടു സുജിയ. നല്ല സ്നേഹമുള്ള കുട്ടിയാ. Of course. I sure. വയടി ഹെച്ചായി എന്ന് പറഞ്ഞ ഹായ് ആണോ? മെസ്സേജ് വല്ലതുമാണോ? നോക്കട്ടെ. പിടിച്ചോ. വയടി, നീ ഇത്ര സന്തോഷത്തോടെ ആർക്കാ മെസ്സേജ് ചെയ്യുന്നേ? ബോസ്. ബോസ്? ഏത് ബോസ്? ആ ബോസ് തന്നെ, നീ മോൺസ്റ്റർ എന്ന് വിളിക്കുന്ന ആ ബോസ്. മോൺസ്റ്റർ ബോസ്? പക്ഷെ വയടി, നീ ഇപ്പോഴും അവരുടെ ഫ്രണ്ടാണോ? അവർ ഒരുപാട് ചീത്തയാണ്. നീ ഒരിക്കലും അവരോട് മിണ്ടരുത്. ചീത്ത തന്നെയാ. പ്രീതു, അവര് ചീത്തയല്ല, നമുക്കാ തെറ്റിയത്. അറിയോ, അവരൊരു കെയറിംഗ് ബോസാണ്. വയടി, നീ ഇതുവരെ എന്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ. അമ്മയാണ് ലോകത്തിലെ ഏറ്റവും നല്ല കെയറിംഗ് ബോസ്. ഏറ്റവും നല്ലത്. അങ്ങനെയാണ് അമ്മയുടെ ഓഫീസിലെ എല്ലാവരും പറയുന്നത്. പ്രീതു, ഐ വിഷ് ഞാൻ നിന്റെ അമ്മയെ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. അതെ അതെ അതെ, ഉറപ്പായിട്ടും കാണണം. ആ നോക്ക്, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. കുരുത്തക്കേട് കാണിക്കല്ലേ? ഓക്കേ. ഞാൻ ഇപ്പോഴും നിന്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അയ്യോ, വീണ്ടും മെസ്സേജ് വന്നു. ഇതിൽ പേരൊന്നും കാണാനില്ലല്ലോ. ഹായ്. എനിക്കറിയായിരുന്നു നീ എന്തായാലും എനിക്ക് റിപ്ലൈ തരുമെന്ന്. അതും രാത്രി ഇത്ര വൈകിട്ടും അൺനോൺ നമ്പറായിട്ടും. എന്താ ചോദിക്കുന്നില്ലേ ഞാൻ ആരാണെന്ന്? ഇതെന്താ എഴുതിയിരിക്കുന്നേ? കൊള്ളല്ലോ, ഇത് തന്നെ ടൈപ്പായല്ലോ. പക്ഷെ ഇതെങ്ങനെ? Doesn't matter. Really? ഇവളൊരു ക്രേസി പെണ്ണാണല്ലോ. ഇതിനകത്ത് ഒരുപാട് നല്ല ഫേസസ് ഉണ്ടല്ലോ. ഞാൻ ഇത് അയച്ചേക്കാം. Wow. What is this? ഇങ്ങനത്തെ നല്ല രസമുണ്ട്. ഇത് കൂടി അയക്കാം. ഇതും കൂടി. നീ എന്താ ഈ കാണിക്കുന്നത്? ഇത് നല്ല രസമുണ്ട്. എന്താണ്? അല്ല, ഇത് ആ അൺനോൺ നമ്പർ അല്ലേ ഇടയ്ക്ക് മെസ്സേജ് വരുന്ന? പ്രീതു, നീ എന്നെ കൊലക്ക് കൊടുത്ത് അടങ്ങും. ചോദിക്കൂ ആരാന്ന്. എന്തിനാ ചോദിക്കുന്നത്? നീ ഓൾറെഡി റിപ്ലൈ അയച്ചിട്ടുണ്ടല്ലോ. ഡസന്റ് മാറ്റർ. ഇത് നീ എങ്ങനെ ടൈപ്പ് ചെയ്തത്?
ഇപ്പോ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കാൻ ടോക്ക്. നിങ്ങളുടെ മുഴുവൻ പേര് എന്താ? ഓഫ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വല്ലാത്തൊരു പെണ്ണ് തന്നെ. അല്ല, ഇവളും ഈ രാത്രിയില് ഒരു പരിചയമില്ലാത്ത പയ്യനുമായിട്ട് ചാറ്റിംഗ് ആണല്ലോ. ഇക്കാലത്തെ യങ്സ്റ്റേഴ്സിന് ഇതുപോലെ ബ്ലൈൻഡ് ഡേറ്റിംഗ് ചെയ്യാൻ വലിയ താല്പര്യമാണ്. ഇവളും അതുപോലെ തന്നെ. വെരി സാഡ്. എന്താണെന്ന് അറിയില്ല. ഈ പെണ്ണിന്റെ പേര് എപ്പോഴൊക്കെ കേൾക്കുന്നോ അപ്പോഴൊക്കെ എനിക്ക് ചൊറിഞ്ഞു വരും. എപ്പോഴാണോ അവളുടെ കള്ളത്തരം അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത് വരെ അതുവരെ എനിക്ക് വിശ്രമമില്ല. എത്രയും വേഗം മുഴുവൻ തെളിവുകളോടും കൂടി ഞാൻ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. സുജി ശർമ്മ. സുജി ശർമ്മ. ഓ എന്റെ ദൈവമേ, ഒറ്റയ്ക്ക് സംസാരിക്കാനും തുടങ്ങി. ആ പെണ്ണിനോട് പ്രേമമൊത്ത് ഭ്രാന്ത് പിടിച്ച എന്റെ മോന്. നാളെ അവൻ കുഞ്ഞുള്ള അവളെങ്ങാനും കെട്ടിയാലോ? ബബിത എസ് നായരുടെ മോന്റെ കല്യാണം കന്യകയുമായിട്ട് നടക്കും. ചെറുമോനായാലും മോളായാലും അതെന്റെ മോന്റെ തന്നെ ആയിരിക്കും. എന്തായാലും മറ്റൊരാളുടെ കുഞ്ഞിനെ ഈ വീട്ടിൽ വേണ്ട. എന്റെ ദൈവമേ, രക്ഷിക്കണേ. സുജി ഇന്നലെ രാത്രി വൈകിയാ വന്നത്. രാത്രി 2 മണിവരെ ആ റൂമിൽ ലൈറ്റും ഉണ്ടായിരുന്നു. ആരാണോ എന്തോ അവൾക്ക് ഒരുപാട് ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട്. ഒറ്റയ്ക്കിരുന്ന് എന്തോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ആരോടാണോ ആവോ സംസാരിക്കായിരുന്നു. അയ്യോ എന്റെ കണ്ണോ, ഇവളെന്നെ കൊല്ലുമല്ലോ. അത് തന്നെ വേണ്ടി വരും. അമ്മ സ്കൂളിൽ പോകാൻ ലേറ്റായി, ഞാൻ ഇറങ്ങിയടേ. ബൈ 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 ബൈ. ഞാൻ ഇതുവരെ റെഡി ആയില്ല. മായാടി, എന്താ എന്നെ നേരത്തെ വിളിക്കാത്തത്? എന്റെ ഹോളിഡേസ് ഒക്കെ തീർന്നു. ഞാനിനി എന്ത് ചെയ്യും? എങ്ങനെ സ്കൂളിൽ പോവാൻ? മായാടി, നീ എന്നെ കൊണ്ടുവിടണം. ഇല്ലില്ല, ഇന്ന് പറ്റില്ല. ഇന്ന് എനിക്ക് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്. അത് ഇനിയും ലേറ്റായി എന്റെ ജോലി തന്നെ പോവും. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഓ ഓ അത് ഞാൻ പറയായിരുന്നു. വളരെ വളരെ അത്യാവശ്യമായ മീറ്റിംഗ് ഉണ്ടെന്ന്. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്നെയും കൂടെ സ്കൂളിൽ കണ്ടോ? ആരാണ് നിനക്ക് പ്രിയപ്പെട്ടത്? ഞാനോ അതോ നിന്റെ മോൺസ്റ്റർ ബോസോ? അതേ നോക്കുമോളെ, എനിക്ക് നീ തന്നെയാണ് പ്രധാനം. പക്ഷെ ഇന്നത്തെ മീറ്റിംഗ് എനിക്ക് വളരെ പ്രധാനമാണ്. എനിക്ക് ഓഫീസിലേക്ക് പോണം. പക്ഷെ വാഴയുടെ ഹോംവർക്ക് പ്രധാനമല്ലേ? പക്ഷെ ഹോംവർക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ മിസ്സിന്റെ മുമ്പിൽ പോകുന്നത്? എന്റെ ഭഗവാനെ, പ്രീതു, അതെ ഞാനിവിടെ വെച്ചിരുന്ന എന്റെ ബ്ലാക്ക് കളർ ഫയൽ നീ കണ്ടായിരുന്നോ? ബ്ലാക്ക് കളർ ഫയൽ ഓഫീസിൽ ഇന്ന് അത് ബോസിന് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. എല്ലാ വർക്കും കഴിഞ്ഞതാണ്. അത് ഇവിടെ എവിടെയോ വച്ചതാ. എന്റെ ദൈവമേ, ആ ഫയൽ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അതെങ്ങോട്ട് പോയി? നീ കണ്ടോ? ഈ വീട് മുഴുവനും നോക്കി, പക്ഷെ ബ്ലാങ്കറ്റിനകത്തുനിന്ന് കിട്ടി. ഓക്കെ, ബൈ പ്രീതു. ബൈ ബൈ.
ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മാം ഫയൽസ് റെഡി. ഓക്കെ. സുജി എന്റെ സുഹൃത്താണ്. നിങ്ങൾ എത്ര നല്ലവരാണെങ്കിലും സുജി എന്റെ മാത്രം സുഹൃത്ത്. നിങ്ങൾ അവളുടെ സുഹൃത്താവാൻ നോക്കണ്ട. അങ്ങനെ വന്നാൽ നിങ്ങൾ ഞാൻ വല്ലാതെ വിഷമിപ്പിക്കുന്നതായിരിക്കും. എന്നെ ഒരു ചെറിയ കുഞ്ഞായി കാണണ്ട. ഞാൻ സ്പെഷ്യലായി പേടിപ്പിക്കുന്ന കുട്ടിയാണ്. നിങ്ങളെ ഞാൻ പേടിപ്പിക്കാൻ വരും. ഭൂ. സുജിയുടെ പ്രേതു. സുജിയുടെ പ്രീതുവാണെങ്കിലും പക്ഷെ ഹാൻഡ് റൈറ്റിംഗ് എന്റെ പ്രീതുവിനെ പോലെ തന്നെയുണ്ട്. ശരിക്കും പ്രീതുവിന്റെ കൈയക്ഷരം തന്നെ. നോക്കു പ്രീതു, നിനക്കും സുജിയുടെ പ്രീതുവിനും ഇടയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോമൺ ആയിട്ടുള്ളത്. ആ കുട്ടിയുടെ സ്വഭാവം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നിന്നെ പോലെ തന്നെയാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ തോന്നാറില്ല അത് ആ കുട്ടി സുജിയുടെ പ്രീതുവാണെന്ന്. അതെന്റെ പ്രീതു തന്നെയാണെന്നൊരു തോന്നൽ. എന്നാലും നീ ഇപ്പൊ എന്റെ കൂടെ ഇല്ലല്ലോ മോളെ. അതുകൊണ്ട് ഇന്ന് ഞാൻ സുജിയുടെ പ്രീതുവിനെ കാണാൻ പോവാ. എന്നിട്ട് ഞാൻ അവളെ പൊക്കിയെടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കും. നിന്നെ കെട്ടിപ്പിടിക്കുന്ന പോലെ തന്നെ ഞാൻ അവളെയും കെട്ടിപ്പിടിക്കും. നീ കണ്ടോ, നിന്നെ ഞാൻ മുറുകെ പിടിക്കുമ്പോൾ നീ കുതിരി മാറുന്നത് പോലെ. നോക്കിക്കോ, അവളും അതുപോലെ തന്നെ ചെയ്യും. മേ ഐ കം ഇൻ സർ? കം ഇൻ. സർ, സർ എന്നെ വിളിച്ചായിരുന്നോ? ഒരു സോറി പറയണമായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഞാൻ പാർട്ടിയിൽ എന്തൊക്കെയോ പറഞ്ഞു. അത് നിങ്ങളുടെ ശീലമാണല്ലോ. എക്സ്ക്യൂസ് മീ. സർ, ഞാൻ പറഞ്ഞത് എനിക്ക് തീരെ അറിയില്ലായിരുന്നു നിങ്ങൾ എന്നോട് സോറി പറയുന്നു. നോ പ്രോബ്ലം നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞാൻ പിന്നെ പൊയ്ക്കോട്ടെ? ഇല്ല, സോറി എനിക്ക് നിന്നോട് മാത്രമല്ല, നിന്റെ മോൾ പിങ്കി, ഐ മീൻ പ്രീതുവിനോടും പറയണം. ഞാൻ അവളോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്, അവളോട് മാപ്പ് പറയാനായി. ഇന്നോ? ഇന്ന് വൈകിട്ടാണോ? സർ, അത് പിന്നെ ഇന്ന് സ്കൂള് കഴിഞ്ഞിട്ട് ട്യൂഷൻ ഉണ്ട് അവൾക്ക്. അവളുടെ പഠനം മിസ്സാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം? ട്യൂഷന് ശേഷോ? ട്യൂഷന് ശേഷം അവൾക്ക് ഡ്രോയിങ് ക്ലാസ് ഉണ്ട്, ആർട്ട് ക്ലാസ് ഉണ്ട്, സ്വിമ്മിംഗ് ക്ലാസ് ഉണ്ട്, ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട് സർ. നമ്മുടെ കാലത്തെ സ്കൂൾ അല്ലല്ലോ ഇത്. ഇന്നത്തെ കുട്ടികൾ. എന്നാ അതിനൊക്കെ ശേഷം? അതിനുശേഷം അവള് സ്വിമ്മിങ്ങിന് പോവും, പിന്നെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോവും. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. നിനക്കറിയാമോ നീ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്? അതറിയാം സർ. എന്റെ പ്രൊഫഷണൽ ലൈഫിനെ എന്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. ഓഫീസിൽ ബെസ്റ്റ് ക്രിയേറ്റിങ്ങിനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഞാൻ ഓവർ ടൈം ചെയ്തിട്ട് പോലും എക്സ്ട്രാ കോമ്പൻസേഷനിലുള്ള ഡിമാൻഡ് ഒന്നും ചെയ്യുന്നില്ല. ദിവസം രാവും പകലും മെനക്കെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ കമ്പനിയെ ഉയർത്തിക്കൊണ്ട് വരാനാണ് ശ്രമിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ഞാൻ പറയാം നിങ്ങളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്.
വാട്ട് യു മീൻ? ഫീമെയിൽ എംപ്ലോയീസിന്റെ ലൈഫിൽ നിങ്ങൾ വെറുതെ കയറി ഇടപെടുകയാണ് സർ. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. പേഴ്സണൽ ഓർ പ്രൊഫഷണൽ ലൈഫ് ഒരിക്കലും മിക്സ് ആകാൻ പാടില്ല. നിങ്ങൾ അത് മറന്നാ ജോലി ചെയ്യുന്നത്. ഇൻഫാക്ട് ഇടപെടലിനേക്കാൾ ഉപരി സർ നിങ്ങൾ ചാരപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മാപ്പ് പറയണം സർ. നിങ്ങൾ ഈ ചാരപ്പണി നടത്തുന്നത് ഒരു ഫീമെയിൽ എംപ്ലോയി മാത്രമല്ല, ഒരമ്മയ്ക്കെതിരെയും കൂടിയാണ്. ഹാവ് എ ഗുഡ് ഡേ സർ. മാം, നിങ്ങൾ ഫയൽസ് നോക്കിയായിരുന്നോ? റിപ്പോർട്ട് ഓക്കെ അല്ലേ മാം? വളരെ ക്യൂട്ടായിരുന്നു. ക്യൂട്ട്? വാട്ട് ക്യൂട്ട്? ആ, ക്യൂട്ട്. ഇന്ന് വൈകുന്നേരം നിന്റെ പ്രീതുവിനെ കാണാൻ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്തു പറ്റി സുജി? നിക്ക്. ദേ ഇത് കണ്ടോ? എത്ര നല്ല ക്യൂട്ടായ സ്നേഹമുള്ളൊരു കത്ത നിന്റെ പ്രീതു എഴുതിയിരിക്കുന്നത്. എനിക്ക് വേണ്ടി മാത്രം. സോ സ്വീറ്റ് ഓഫ് ഹർ. സ്വന്തം അമ്മയെ ഓർത്ത് അവളെ എത്ര പൊസസീവാണ്. ഐ മസ്റ്റ് ടെൽ യു സുജി, ഷീ ഈസ് എ കാർബൺ കോപ്പി ഓഫ് മൈ ഓൺ പ്രീതു. ശരിക്കും എന്റെ പ്രീതുവിനെ പോലെ തന്നെയാ. അതുകൊണ്ട് ഞാൻ ഇന്ന് അവളെ കാണാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നീ എന്താണ് ചെയ്തത് പ്രീതു? ഈ നന്ദിത മേഡം എങ്ങാനും വീട്ടിലേക്ക് വന്ന വീട്ടുകാരുടെ മുന്നിൽ വെച്ച് എല്ലാ സത്യങ്ങളും ഇവരറിയും. പിന്നെ സത്യം അറിഞ്ഞ അതെല്ലാം ഇവർ വന്ന് ആരിഫ് സാറിനോട് പറഞ്ഞാൽ ഓഫീസിൽ എന്റെ ജോലി പോവും. ഈ ജോലി എനിക്ക് കളയാൻ പറ്റില്ല. പൈസയുടെ കാര്യത്തിൽ വീട്ടുകാർക്ക് ടെൻഷനുണ്ട്. ജോലിയൊന്നും ഇല്ലെങ്കിൽ ഋഷിയെ പോലുള്ള പയ്യന്മാരെ കെട്ടേണ്ടിയും വരും. നന്ദിത മാഡം എന്റെ വീട്ടിലേക്ക് വരരുത്. ഹലോ. അത് പിന്നെ ഞാൻ എന്തു പറ്റി? എന്താ ആലോചിക്കുന്നത്? മാം, ഞാനിപ്പോഴും ഓർത്തത് ഇന്ന് 4 മണിക്ക് മാമിന് മീറ്റിംഗ് ഉള്ളതല്ലേ. പിന്നെ ആ മീറ്റിംഗും മാമിന് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ. അപ്പൊ എങ്ങനെ എന്റെ വീട്ടിലേക്ക് വരും? മാമിന് പിന്നീടാണെങ്കിലും എന്റെ പ്രീതുവിനെ കാണാലോ. അല്ലല്ല, ആ മീറ്റിംഗ് എത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. അതുകൊണ്ട് ഞാനത് നാളത്തേക്ക് മാറ്റിവെച്ചു. പിന്നെ എനിക്ക് വീട്ടിലൊരു ചെറിയ കാര്യമുണ്ട്. അത് പെട്ടെന്ന് തന്നെ തീർത്തിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം. അപ്പോഴേക്കും നീ നിന്റെ അഡ്രസ് എനിക്ക് അയച്ചേക്ക്. ഓക്കെ?